രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചെങ്കോട്ടയിൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഒരു വാക്ക് പ്രത്യേകം ഉപയോഗിക്കുകയുണ്ടായി. ദിമാഗി നക്സൽസ്, ഇൻ്റലക്ച്വൽ നക്സലൈറ്റുകൾ, അതായത് ബുദ്ധിജീവി നക്സലൈറ്റുകൾ. ഇതായിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം. പ്രധാനമന്ത്രിയുടെ ദിമാഗി നക്സൽ എന്ന ഈ പ്രയോഗം രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയുണ്ടായി. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയും മറ്റു പ്രബല രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രയോഗം ഞങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്ന രീതിയിൽ മുമ്പോട്ട് വന്നപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ കിരൺ റിജിജു അതിന് ചില വിശദീകരണങ്ങൾ നൽകുകയുണ്ടായി. പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നക്സലൈറ്റുകളെയാണ്, അതല്ലാതെ രാജ്യത്തെ പ്രതിപക്ഷത്തെ അല്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ കിരൺ റിജിജുവിൻ്റെ വാക്ക് മുഖവരക്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നക്സലൈറ്റുകളെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവരെ നക്സലൈറ്റുകൾ എന്ന് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. അതിൽ ഇന്റലക്ച്വൽ ദിമാഗി എന്നൊരു വാക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതിനർത്ഥം ബുദ്ധിപരമായ മികവുള്ള ചിലരും നക്സലൈറ്റുകളുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്, രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്, രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും അതിൻ്റെ ഐക്യത്തെയും അതിൻ്റെ സമാധാനത്തെയും തകർക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന സൂചനയാണ് ഈ ദിമാഗി നക്സൽ എന്ന രീതിയിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം. എന്നാൽ പൊതുവെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും ഈ ദിമാഗി നക്സൽസ്, ഇന്റലക്ച്വൽ നക്സൽസ് എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് ഈ അടുത്ത സമയത്ത് ജന്തർ മന്ദറിൽ സമരം നടത്തിയ ജൻസികളെ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ കൂട്ടായ്മയുടെ പേരിൽ ജൻസികൾ സംഘടിച്ച് നടത്തിയ ജന്തർ മന്ദർ സമരത്തിലെ അതിലെ പങ്കാളികളെയാണ് ഇദ്ദേഹം ദിമാഗി നക്സൽസ് എന്ന് ഉദ്ദേശിച്ചതെന്നാണ് മറ്റൊരു വാദം. ഏതായാലും ഈ വാദത്തിനാണ് കൂടുതൽ സാധുത കാണുന്നത്. കാരണം പഠിച്ചിട്ട് ജോലി കിട്ടാത്ത യുവജനങ്ങളായിരുന്നു ജന്തർ മന്ദറിൽ രാപ്പകൽ സമരം നടത്തിയത്. അതിനു മുമ്പിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ രാജിവെക്കേണ്ടതായും വന്നത്. അഭ്യസ്ത വിദ്യരായ യുവജനങ്ങളെ കോക്രോച്ചുകൾ എന്ന് ആക്ഷേപിച്ചു സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞിട്ടാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന മൂവ്മെന്റ് തന്നെ ആരംഭിക്കുന്നത് ഓൺലൈനിൽ. പക്ഷെ അത് വലിയൊരു അഭൂതപൂർവമായ വിജയം കൈവരിച്ച് യുവജന പങ്കാളിത്തത്തോടെ ജന്തർ മന്ദിറിലെ ദീർഘമായ ഒരു സമരത്തിലേക്ക് തന്നെ നയിക്കുകയുണ്ടായി. ആ സമരമാകട്ടെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടവരെ, അതിന് ഉത്തരവാദിയായവരെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതോടൊപ്പം തികച്ചും സമാധാനപരമായി ഗാന്ധിയൻ രീതിയിൽ അഹിംസാപരമായി ഉള്ള ഒരു സമരം, ഒരു സത്യാഗ്രഹ മോഡലിലുള്ള ഒരു സമരമാണ് അവർ വിഭാവനം ചെയ്തും നടത്തി വിജയിപ്പിച്ചതും. പക്ഷേ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സുകളും പോലീസും അതിര് കവിഞ്ഞ പ്രവർത്തനം അവർക്ക് നേരെ അവരെ പിരിച്ചുവിടാൻ വേണ്ടി പ്രയോഗിക്കുകയുണ്ടായി എന്നുള്ളതും രാജ്യം കണ്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ നക്സൽ എന്ന പ്രയോഗത്തിന് സത്യത്തിൽ ഈ വിദ്യാർത്ഥികൾ, ഈ യുവജനങ്ങൾ അർഹരാണോ എന്ന് ചോദിച്ചാൽ നക്സലിസത്തിന്റെ റൂട്ടുകൾ മനസ്സിലാകണം. തികച്ചും സമാധാനപരമായി ഗാന്ധിയൻ സത്യാഗ്രഹത്തിന്റെ രീതിയിൽ എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും അതിനോട് അതേ രീതിയിൽ, അതേ നാണയത്തിൽ പ്രതികരിക്കാതെ വളരെ ശാന്തമായി നടത്തിയ ഒരു സമരമായിരുന്നു ജന്തർ മന്ദറിലേത്. ഏറ്റവും വിവേകത്തിന് വഴിമാറുന്ന പ്രായക്കാരായിരുന്നിട്ടും സമരത്തിലെ സമരക്കാർ, യുവജനങ്ങൾ, ജൻസികൾ, അവർ വലിയ തോതിൽ സംയമനം പാലിക്കുകയും മുതിർന്നവർക്ക് പോലും പറ്റാത്ത തരം അച്ചടക്കം പാലിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ സമരം മുന്നേറിയത്. അവരുടെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള ശ്രമവും ഉണ്ടായത് അതുകൊണ്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും നക്സലൈറ്റുകൾ സായുധ വിപ്ലവത്തിലും മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി അവർ അവലംബിക്കുന്ന മാർഗങ്ങൾ പലപ്പോഴും വിധ്വംസക രീതിയിലുള്ളതാണ്. എന്നാൽ നമ്മുടെ ജന്തർ മന്ദറിലെ യുവജനങ്ങളാവട്ടെ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ലേബിളിൽ സംഘടിച്ച യുവജനങ്ങളാവട്ടെ,
അംബേദ്കറുടെയും ഭരണഘടനയുടെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അവർ വളരെ സമാധാനപരമായി പോലീസിന്റെയും സെക്യൂരിറ്റി ഫോഴ്സുകളുടെയും മറ്റ് ഗുണ്ടാ സംഘങ്ങളുടെയും പ്രകോപനമുണ്ടായിട്ടും തീക്ഷ്ണമായ യൗവനത്തിലും വികാരത്തിന് വഴിമാറാത്ത വിധം അവർ അതിനെ സംയമനത്തോടെ നേരിട്ടു. അങ്ങനെ വിജയിക്കുകയും ചെയ്തു. അക്കൂട്ടരെ ആണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ പാതകമായി പോയി, അത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നേ പറയേണ്ടതുള്ളൂ. കാരണം രാജ്യത്തിന്റെ യുവജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പഴയ തലമുറ ഇന്നല്ലെങ്കിൽ നാളെ നല്ല രീതിയിലോ മറ്റു രീതിയിലോ അധികാരം ഒഴിഞ്ഞു പോകേണ്ടതായി വരും. അവിടെ കടന്നു വരിക, അധികാരം കൈയാളേണ്ടി വരിക യുവജനങ്ങളാണ്. ആ യുവജനങ്ങളെ അവർക്ക് യോജിക്കാത്തൊരു പേരിലൂടെ അഭിസംബോധന ചെയ്യുന്നത് ഏതായാലും ആശാസ്യമല്ല. അത് വളരെ നിർഭാഗ്യകരമാണെന്നേ പറയാനാവൂ. ജന്തർ മന്ദറിലെ സമരത്തിന് നേതൃത്വം കൊടുത്ത യുവജനങ്ങൾക്ക് അവർക്ക് അവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും അവർക്കൊരു പ്രതികരണം ഉണ്ടാവും. കാരണം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇത് ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നതുപോലെ അതുപോലും ദിശ തിരിച്ചുവിടാനുള്ളൊരു ശ്രമമാണെന്ന് വേണം കാണാൻ. കാരണം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് രാജ്യത്ത് പുതുതായി ഉയർന്നു വരുന്ന ഭരണകൂടത്തിനെതിരായ ശബ്ദങ്ങളെയാണ്. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന അഭ്യസ്തവിദ്യരായ യുവജനങ്ങളെ തന്നെയാണ് എന്ന് വേണം സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയക്കാർ, അവരുടെ യുവജന സംഘടനകൾ ഏർപ്പെടുന്ന പല സമരമുഖങ്ങളിലും അക്രമം അവിഭാജ്യ ഘടകമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് നമുക്ക്. ആ സമയത്താണ് രാഷ്ട്രീയത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത രാഷ്ട്രീയ മുക്തമായ ഒരു യുവജന മുന്നേറ്റം, പ്രകോപനങ്ങൾ ഉണ്ടായിട്ട് പോലും അക്രമങ്ങൾക്ക് മുതിരാതെ സമാധാനപരമായി അവർ ഉന്നയിച്ച ഒരു ആവശ്യം സർക്കാരിൽ നിന്ന് നേടിയെടുത്തത്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടേണ്ട ഒരു സംഭവമാണ്. ഈ യുവജനങ്ങളെയാണ് നമ്മൾ ആവശ്യമില്ലാതെ അക്രമാസക്തമായ ഒരു ആശയത്തിലേക്ക് വലിച്ചിഴക്കുന്നത്, അതുമായി ബന്ധിപ്പിച്ച് കാണാൻ ശ്രമിക്കുന്നത്. അതൊരിക്കലും ഗുണകരമായിരിക്കില്ല രാജ്യത്തിന്. ഇത്രയും വിവേകത്തോടെ, ഇത്രയും സംയമനത്തോടെ ഒരു യുവജന സംഘം, ഒരു യുവജന വിഭാഗം നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് സത്യത്തിൽ അഭിമാനകരമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി, നമ്മുടെ സമീപ പ്രദേശങ്ങളായ നേപ്പാളിലും ബംഗ്ലാദേശിലും യുവജന മുന്നേറ്റങ്ങളും കലാപങ്ങളും വലിയ കോലാഹലങ്ങളും ഉണ്ടായപ്പോൾ അവിടുത്തെ ഭരണകൂടങ്ങൾ താഴെ വീഴുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ലേബിളിൽ യുവജനങ്ങളുടെ ഈ മുന്നേറ്റം ഉണ്ടാകുന്നത്. അതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ, അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രഖ്യാപനം ഇതായിരുന്നു: ഈ സമരം തീർച്ചയായും നേപ്പാളിലെയോ ബംഗ്ലാദേശിലെയോ സമരങ്ങളെ പോലെ ആയിരിക്കില്ല. ബംഗ്ലാദേശിനേക്കാളും നേപ്പാളിനേക്കാളും മഹത്തായ സ്വന്തം മാതൃക നമുക്കുണ്ട്. അത് അഹിംസയുടേതാണ്, സംയമനത്തിൻ്റെതാണ്, അത് സഹനത്തിൻ്റെതാണ്. ഇതാണ് അവർ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം അടിമുടി മുഴുവനായും പാലിക്കാനും അവർക്ക് കഴിഞ്ഞു. രാജ്യത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അവരുടെ യുവജനങ്ങളെ തടഞ്ഞു നിർത്താനാവാറില്ല. സമരമുഖങ്ങളിൽ അവർ അവരുടെ ഇഷ്ടത്തിനുള്ളത് പ്രവർത്തിക്കുകയാണ് പതിവ്. പക്ഷേ ഈ വിപുലമായ ജനക്കൂട്ടം, യുവജനങ്ങളുടെ ഈ സംഘം, ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് സംഘടിച്ചെത്തിയ ജന്തർ മന്ദറിൽ സംഘടിച്ച ആ യുവജന വിഭാഗങ്ങൾ എത്ര സംയമനമാണ് അവർ കാണിച്ചത് എന്നത് ലോകം തന്നെ അതിശയിച്ചു പോയ കാര്യമാണെന്നിരിക്കെ, അവരെ സായുധ രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പേരുമായി യോജിപ്പിച്ച് പറയുന്നത് ഒട്ടും തന്നെ ഉചിതമല്ല. യുവജനങ്ങൾക്ക് അവരുടെ സംയമനവും അവരുടെ സഹിഷ്ണുതയും അവരുടെ ക്ഷമയും കൈവിടാതെ തന്നെ ഇനിയും കൂടുതൽ രാഷ്ട്രീയ വിജയങ്ങൾ ഉണ്ടാക്കാൻ, രാഷ്ട്രത്തിന്റെ ദിശ വഴിയിലേക്ക് തിരിച്ചുവിടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.